നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സന്നദ്ധ സംഘടന വീട് വെച്ച് നൽകിയിരുന്നു. എന്നാൽ ഈ വീട് ചോരുന്നു എന്ന ആരോപണവുമായി സുധിയുടെ ഭാര്യയും സോഷ്യൽ മീഡിയ താരവുമായ രേണു സുധി രംഗത്തെത്തിയത് ചർച്ചയായി. രേണുവിന്റെ ആരോപണത്തിന് മറുപടിയുമായി കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വെച്ച് നൽകാനും നേതൃത്വം വഹിച്ചയാളുമായ ഫിറോസ് എത്തിയതോടെ ചർച്ച വിവാദമായി മാറുകയായിരുന്നു. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് രേണുവിന്റെ പിതാവ് തങ്കച്ചൻ ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിക്കുന്നതാണ് വൈറലാകുന്നത്. ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയതുപോലെ നിരത്തുമെന്ന് രേണു പറഞ്ഞത് പച്ചക്കള്ളമാണത്രേ. കൊല്ലംകാരെ താമസിപ്പിക്കാനാണത്രേ ഇയാള് വീടുണ്ടാക്കിയത്. എടോ വന്നിവിടെ താമസിച്ചോ, തനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചോ, അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാരെ ഇവിടെ വന്ന് താമസിച്ചോ, ഞങ്ങൾക്കൊന്നുമില്ല. സുധിയുടെ അമ്മ ഇവിടെ താമസിക്കുമെന്ന് ഓർത്തെന്ന് ഇയാൾ. അങ്ങനെ ഓർത്താണോ ഈ പിള്ളേർക്ക് ഈ വീടിന് നാട്ടുകാർ പൈസ കൊടുത്തത്? ഇങ്ങനെ പറഞ്ഞ ഫിറോസാണ് ഇന്നിരുന്നോണ്ട് രേണു കള്ളം പറഞ്ഞു, രേണു പച്ചക്കള്ളം പറഞ്ഞു എന്ന് പറയുന്നത്. എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. 5 വയസ്സായ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ കാര്യം. ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആരവനെ സംരക്ഷിക്കും? ഞങ്ങൾ നാളെ പോകാം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും? ഫിറോസ് ഇവിടെ വരട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ടവരെ ഇവിടെ താമസിപ്പിക്കാം. പക്ഷേ ഈ 5.5 വയസ്സുള്ള കുട്ടിയെ ആര് നോക്കും? ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുതേ എന്നെനിക്കൊരു അപേക്ഷ കൂടിയുണ്ട് എന്നാണ് തങ്കച്ചൻ പറയുന്നത്. വീടിന്റെ തറകെട്ട്, ഭിത്തിക്കെട്ട്, കോൺക്രീറ്റ് എന്നിവയെല്ലാം നല്ല മാന്യമായിട്ടാണ് ചെയ്തത്. എന്നാൽ വീട് തേച്ചത് ശരിയല്ല. പുതിയ മോഡൽ ആണെന്ന് പറഞ്ഞ് കുമ്മായം കൊണ്ട് തേച്ചത് കാരണം പുറകിലൊക്കെ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട് നിർമ്മിച്ച വ്യക്തിയാണ് വീട് നനയുന്നുവെന്ന് പറഞ്ഞതിന് രേണു പച്ചക്കള്ളം പറയുന്നുവെന്ന് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വീട് ഉണ്ടാക്കി 1 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. ഇത് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഇതിലെന്താ കാര്യം എന്ന അർത്ഥത്തിൽ അദ്ദേഹം സംസാരിച്ചു. പിന്നീട് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്നും രേണുവിന്റെ പിതാവ് പറയുന്നു. രേണുവിന് എതിരായിട്ടുള്ളവർ ചിലപ്പോൾ ഇതൊക്കെ വിശ്വസിച്ചേക്കാം. എന്നാൽ ദൈവത്തിനു മുമ്പിൽ അവർക്കുള്ളത് കിട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.